ഹലോ. ജയ്പൂരിനെ പൊതുവെ വിളിക്കുന്ന പേരാണല്ലോ പിങ്ക് സിറ്റി. പക്ഷെ ജയ്പൂർ മൂന്ന് സ്ഥലങ്ങളായിട്ടുണ്ട്. ഓൾഡ് ജയ്പൂർ, ന്യൂ ജയ്പൂർ, അതുപോലെ പിങ്ക് സിറ്റി. പിങ്ക് സിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പക്ക കൊമേഴ്ഷ്യൽ പ്ലേസ് ആണ്. നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പർച്ചേസിങ്ങിന് വേണ്ടി ആണ് ആൾക്കാർ സാധാരണ പിങ്ക് സിറ്റിയിലേക്ക് വരുന്നത്. ഒരുപാട് ഗല്ലികളുള്ള അത്യാവശ്യം ഏരിയയിൽ കിടക്കുന്ന ഒരു സ്ഥലമാണ് പിങ്ക് സിറ്റി. 1724 ഇത്തരത്തിലൊരു സംഗതി സ്ഥാപിതമായത്. 1876 വെയിൽസിലെ രാജകുമാരി വരുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതിന് പിങ്ക് കളറിലുള്ള ടെറാക്കോട്ട നാച്ചുറൽ പെയിന്റ് അന്നത്തെ രാജാക്കന്മാര് നൽകിയത്. ഗവൺമെന്റ് എന്ത് ചെയ്ത് അത് തുടർന്ന് പോവുകയും ചെയ്തു. ഫ്രണ്ടിൽ നിർബന്ധമായിട്ടും നാച്ചുറൽ സാൻഡ് സ്റ്റോണിന്റെ ആ ഒരു ടെറാക്കോട്ട പിങ്ക് കളർ തന്നെ നിർബന്ധമാക്കിയ ഗവൺമെന്റ്. സൈഡിലോ ബാക്കിലോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ അടിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ റൂള്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രധാന അട്രാക്ഷൻ എന്താന്ന് വെച്ചാല് ഹവാമഹലാണ്. ഹവാമഹൽ എന്ന് പറഞ്ഞാല് 954 റൂം ജനലുകളോട് കൂടിയ, ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ഹണികോംബ് മാതൃകയിലുള്ള ഒരു വാള് മാത്രമാണ്. അതൊരു ബിൽഡിങ്ങോ അതല്ലെങ്കിൽ രണ്ട് നിലയിൽ വരെ നമുക്ക് കയറി പോവാം. അതൊരു പാലസ് ഒന്നും അല്ല, ജസ്റ്റ് ഫ്രണ്ട് വ്യൂ മാത്രമേ അതിനുള്ളൂ. അത് കാഴ്ചക്ക് രാത്രി അവർ ലൈറ്റിംഗ് ഒക്കെ സെറ്റ് ചെയ്ത് വളരെ സുന്ദരമായിട്ട് ഡെക്കറേറ്റ് ചെയ്ത ഒരു മോണുമെന്റ് ആണ്. അതേപോലെ ജയ്പൂരിൽ വന്നുകാണ്ട് ഒരു പർച്ചേസിങ് ഉദ്ദേശിക്കുന്നുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷനാണ് പിങ്ക് സിറ്റി. പിങ്ക് സിറ്റിയിലേക്ക് വരാം, ഒരുപാട് കടകൾ. അതുപോലെ ഇവിടുത്തെ മറ്റൊരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമാണ് ജൽമഹൽ. സബായ് ജയ്സിംഗ് രണ്ടാമൻ തന്നെയാണ് ഇതും സ്ഥാപിച്ചിട്ടുള്ളത്. അംബർ ഫോർട്ടിലേക്ക് പോണ വഴിയിലാണിത്. മാൻസാഗർ തടാകത്തിൽ മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു കൊട്ടാരം. ഇപ്പം പൊതുജനങ്ങൾക്ക് അതിലേക്ക് പ്രവേശനമല്ല. ജയ്പൂരിന്റെ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.